പറഞ്ഞു 17 വർഷമായിട്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്ന്. അപ്പം എനിക്ക് തോന്നുന്നു ആദ്യം മുതൽ തന്നെ സോനയുടെ പ്രായത്തിൽ കൂടുതൽ തോന്നിക്കുന്ന കഥാപാത്രങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. സോനയ്ക്ക് വിഷമം, ഞങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫേസിന് കൂടുതലും ഒരു ഭാവം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ശോകഭാവം എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും സ്മൈൽ ചെയ്യുന്നുണ്ടെങ്കിലും കണ്ണുകൾ നിറയുന്നു, ഇല്ലെങ്കിൽ ഒരു പെയിലാണ് സോനയുടെ ഫേസ് എന്ന് എപ്പോഴും പറയാറുണ്ട്. പിന്നെ ശരീരം, എൻ്റെ പ്രായത്തിനേക്കാൾ ഉപരി ഒരു ശരീരം കൊണ്ട് ഞാൻ ആ ഒരു പ്രായത്തിലൊക്കെ കുറച്ച് മെച്ചുവേർഡായിരുന്നു ഫേസിലും എൻ്റെ ഫിസിക്കലും ഒക്കെ. 2001 നെയ്ത്തുകാരൻ എന്ന ചിത്രത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് ശേഷമാണ് സിനിമാക്കാർ എന്നെ ശ്രദ്ധിച്ചു. പണ്ട് മുതൽ അങ്ങനെ വളരെ സട്ടിലായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത് വെട്ടത്തിലെ ചേച്ചിയൊക്കെ മാതിരി അങ്ങനെ അതിൽ നിന്ന് മാറി ഞാനൊന്ന് ചെയ്തത് പട്ടണത്തിൽ സുന്ദരൻ എന്ന് പറഞ്ഞ വിപിൻ മോഹൻ സാറിൻ്റെ ഒരു മൂവിയിൽ കുറച്ച് കോമഡി ക്യാരക്ടർ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് കുറച്ച് സംഭവമായിരുന്നു. എല്ലാവരും ഇപ്പോഴും കാണുന്നവർ അത് കുറച്ചേ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു അതിൽ പെർഫോമൻസ്. അന്നായിരുന്നു ഞങ്ങൾക്ക് കാണുമ്പോൾ എന്ത് ചിരി വരുന്നു, സോന എങ്ങനെ ചെയ്യോ എന്ന് പറയുന്നൊരു ഇതാണ്. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് നരൻ. സോനയായിട്ട് പലപ്പോഴും കാണുന്ന സ്റ്റേജിലാണ്. ഒരിക്കലും നമ്മൾ ക്യാരക്ടേഴ്സിൽ ഈ സോന നായരായി സോനയല്ലേ ചെയ്യുന്നത് എന്ന് നമുക്ക് പറ്റില്ല. നമുക്കറിയാം സോനയാണ് അത് ചെയ്യുന്നതെന്ന് അറിയാമെങ്കിലും ആ ക്യാരക്ടറിൽ സോന ഒരിക്കലും നിഴലിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ടാണ് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് നേരിട്ട് കാണുമ്പോൾ സ്റ്റേജിലോ ഇല്ലെങ്കിൽ ഇപ്പോൾ പേഴ്സണലി നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോഴോ ഇതാണോ സോന. ബീങ് ആൻ ആക്ടർ നമ്മൾ എല്ലാത്തിലും ഒന്ന് തല വെക്കണം. പക്ഷെ നമ്മളെ കവിഞ്ഞ് അത് നമ്മുടെ ഒരു ലിമിറ്റിൽ നിന്ന് അപ്പുറം പോകരുത്. നമ്മുടെ ഒരു ശാരീരിക രീതികളും അതൊക്കെ അത് വേണം. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഇത് പക്ഷെ പലരും ചെയ്യുന്നുണ്ട്, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട്. പക്ഷെ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. എന്നൊന്നും ഒരിക്കലും ഒരു മിനി സ്കേർട്ട് ഇട്ടിട്ട് ഇല്ലെങ്കിൽ വളരെ ടൈറ്റ് ഷോർട്ട് ആയിട്ടുള്ള ഒരു ബനിയൻ ഇട്ടിട്ട് ഒരു തരത്തിൽ എനിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നെ. അതാ ഞാൻ പറഞ്ഞത്, ആ ലിമിറ്റിന്റെ അപ്പുറം പോകാൻ സാധിക്കില്ല എന്നുള്ളത്. സോനയ്ക്ക് കോൺഫിഡൻസ് തരാൻ തീർച്ചയായിട്ടും നല്ലൊരു ഫാമിലി സപ്പോർട്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണ് സോനയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്, എനിക്കിത് മതി എന്ന് തീരുമാനിക്കാൻ പറ്റുന്നത്. അപ്പൊ അതേക്കുറിച്ചും കൂടെ ചേച്ചി നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഒരു വലിയ ഉയരങ്ങളിലൊന്നും ആയിട്ടില്ല. ഞാനൊക്കെ ഇങ്ങനെ ടൊട്ടോയ്സാണ്, ഇഴഞ്ഞ് ഉയരങ്ങളിലേക്ക് എത്തുക എന്നുള്ള താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ കയറുക, താഴേക്ക് ഇടുക എന്നുള്ളൊരവസ്ഥ എനിക്ക് അത് ഭാഗ്യം വന്നാൽ കയറും എന്നുള്ളതല്ലാണ്ട് അത് തന്നെയാണ് നമുക്ക് ഇഷ്ടവും. അപ്പം അതിനിങ്ങനെ ഒരു സപ്പോർട്ട് തരുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. 96 എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചും കൂടെ സിനിമ നമ്മുടെ ഊണാണ്, ഇൻഡസ്ട്രി നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗമാണ് എന്ന് മനസ്സിലായതിന് ശേഷം അത്രയും ബാക്കിംഗ് തന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹം അമൃത TV തന്നെ ചീഫ് ക്യാമറാമാനാണ്, ഉദയൻ അമ്പാടി എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹം ആണ് ഇപ്പോൾ ഈ ഒരു സഖിയിൽ ഇങ്ങനെ ഇരിക്കാൻ തന്നെ ഒരു അവസ്ഥ ഉണ്ടാക്കിയത്. അത് കണ്ണടച്ച് എനിക്ക് പറയാം. സോനയ്ക്ക് ഇപ്പം നന്നായിട്ട് പാടാറുണ്ട്. അപ്പോൾ ഈ പാട്ടും അഭിനയവും കൂടെ ഒന്നിച്ചുള്ളൊരു അതുപോലെയുള്ള ആൽബംസ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. സോന ആ രംഗത്ത് പാട്ടങ്ങനെ ബേസിൽ പഠിച്ചിട്ടൊന്നുമില്ല. നമ്മളായിട്ട് പാടുന്നു അപ്പം അങ്ങനെ പാടുന്നില്ല. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റാർ ഷോസിനൊക്കെ നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറല്ലേ, എന്തെങ്കിലും തെറ്റിയാൽ പോലും ആൾക്കാർ ക്ഷമിച്ചോളും. നമ്മളൊരു പ്രൊഫഷണൽ സിംഗറൊന്നും അല്ലല്ലോ. ഈ ഒരു കോൺഫിഡൻസ് ആണ് നമ്മുടെ പബ്ലിക്കിൻ്റെ മുൻപിൽ പാടാൻ ഒരു തരുന്ന ഒരു ഇത്. അല്ലാതെ നമുക്ക് പാട്ട് അഗാധമായി പഠിക്കുകയോ ഇല്ലെങ്കിൽ അത് ആൾക്കാർ തെറ്റിദ്ധരിക്കുകയോ എന്തിനാ ഇപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത സാധനത്തിനൊക്കെ കൈയിടാൻ പോയത് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തിനാ ഈ ആവശ്യമില്ലാത്തതെന്നൊക്കെ ഞാൻ മറ്റുള്ളവർ പറയുന്നത് ഞാൻ എൻ്റെ കീഴിൽ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇത്രയും സ്ട്രെയിൻ ആയിട്ടുള്ള ലൈഫിൽ ഈ മൂളലും ഈ പാട്ട് കേൾക്കലും ഈ പെർഫോമൻസ് കാണലും ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം. ഞാൻ ഇതിനൊന്നും കൂടുതൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. എല്ലാം ദൈവം ഈശ്വരൻ തന്നൊരു ഗിഫ്റ്റായിട്ട്. പാട്ട് പഠിച്ചില്ലെങ്കിലും ഒന്ന് മൂളാൻ പറ്റുന്ന അങ്ങനെ പലർക്കും പറ്റുന്നില്ല. വേറെന്താ സോനയ്ക്ക് ഹോബി ഉള്ളത്? ഹോബി അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. വായിക്കാറുണ്ട്, നന്നായിട്ട് TV പ്രോഗ്രാംസ് കാണും, നല്ല ഇപ്പോൾ കുറച്ച് നല്ല റിയാലിറ്റി ഷോസൊക്കെ ഇപ്പം ഇല്ലാതായി വരികയാണ്. അതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് പറയുന്നില്ല. എന്നാലും അങ്ങനെയുള്ള നല്ല ചാനൽസിലെ പ്രോഗ്രാംസ് കാണും. അതിനെക്കുറിച്ച് ഒന്ന് വേറെ എന്തെങ്കിലും രൂപീകരണം ഞാൻ തന്നെ സ്വയം സൃഷ്ടിക്കും ഓരോരോ. പിന്നെ എഴുത്ത് ഭയങ്കര വലുതായിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഒരു ഫ്രണ്ടിനെ കാണിക്കാം ഞാൻ എഴുതിയത്. അതേസമയം ഗീത ചേച്ചിയെ പോലുള്ളൊരു എഴുത്തുകാരിയെ മുന്നിൽ കാണിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും ഒരു ലിറ്റററി വർക്കൊന്നും ആയിരിക്കില്ല. ഒരു ഹാൻഡിക്യാം ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ കുറേ നല്ല ഷൂട്ട് ചെയ്തൊക്കെ വെക്കാറുണ്ട്. ഇതെല്ലാം കൂടെ കേട്ടിട്ട് എനിക്കൊരു സംശയം, അടുത്ത കാലത്തോ അല്ലെ എപ്പോഴെങ്കിലും ഒരു സംവിധായികയുടെ റോള് കാണുമോ? അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ക്യാമറ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്.
അപ്പോൾ അങ്ങനെ ഒരു കഴിവ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ. അതിനൊരു കോൺഫിഡൻ്റ് ആണ് ഞാൻ ചെയ്യും എന്നുള്ളത്. കാരണം കുറച്ച് നന്നായി അതിനെ സ്റ്റഡി ചെയ്തിട്ട് ചെയ്യുക, പെട്ടെന്ന് കൈ വയ്ക്കുന്നതല്ല. ഈ ഒരു നടിയായിട്ടിരിക്കവേ എനിക്ക് ഡയറക്ഷൻ ഒരു പക്ഷെ നന്നായിട്ട് വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തായിരിക്കണം ഒരു വ്യക്തി അഭിനയിക്കേണ്ടത് എന്നുള്ളത് നന്മയും കാണുന്നുണ്ട്, കുറ്റം കുറവൊക്കെയും കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്റ്റഡി നടത്തിയിട്ട് ചെയ്യണം. ഇപ്പോഴൊന്നുമില്ല, അതിനുള്ള അവസരങ്ങളൊന്നും ആയിട്ടില്ല. കുറേ കൂടെ ചിന്തിക്കുക, കുറേ കൂടെ നല്ല നല്ല കുറേ തീമുകൾ കയ്യിൽ കിട്ടിയാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള അത് ചെയ്യണം എന്നുണ്ട്. പിന്നെ ഫിലിം ഇപ്പം അവാർഡ് ഫിലിംസൊക്കെ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിംസൊക്കെ അങ്ങനെ കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ട് കയ്യിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു പ്രൊഡ്യൂസർ ആയാലോ, അങ്ങനെ നല്ല കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളൊരു അതൊക്കെ ഉണ്ട് മനസ്സിൽ. ഇതെല്ലാം ദൈവനിശ്ചയം പോലെ ഓരോന്നും വരുന്നു ചെയ്യുന്നു എന്നല്ലാണ്ട് നാളെ ഇപ്പോൾ അടൂർ സാറിൻ്റെ പടം ചെയ്യാൻ പോവുകയാണെന്ന് എനിക്ക് ഇന്ന് വരെ ഉള്ളൊരു അറിയിപ്പ് കിട്ടിയിരുന്നില്ല. അപ്പം നാളെ എന്താണ് വരുന്നത് അത് സ്വീകരിക്കും, അത്രേ ഉള്ളൂ.